ഹലോ, എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബോണ്ട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചിക്കൻ മഞ്ഞളും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വെന്ത് വരട്ടെ. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു വലിയ സവാളയാണ് ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടി. അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് 1 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ശേഷം അതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ബോളാക്കി എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കടലമാവും ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഉപ്പും 1 നുള്ള് അപ്പക്കാരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളമൊഴിച്ച് നമ്മൾക്കിത് മാവ് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ മസാലയൊന്ന് ബോളാക്കി എടുക്കണം. മസാലയെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ബോളെടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലേക്കിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചിക്കൻ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ